അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിക്കുന്നു, നീ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ, മനുഷ്യരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് മനുഷ്യരെ വഴിപിഴപ്പിച്ചിട്ട് അല്ലാഹുവേ അവനെ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ നീ വല്ലാതെ സന്തോഷിക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എടാ ശപിക്കപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ ഒന്ന് കരഞ്ഞിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിക്കപ്പെട്ട ഇബ്ലീസിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പ്രവാചകൻ ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ 4 അവസരങ്ങളിൽ ഞാൻ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. എന്റെ ആയുസ്സില്, എന്റെ ജീവിതത്തില് 4 അവസരങ്ങളിൽ ഞാൻ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. ഞാൻ കരഞ്ഞു പോയ 4 അവസരമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, ഇബ്ലീസേ, നീ കരഞ്ഞു പോയ 4 അവസരമേതാ? എന്റെ പ്രിയമുള്ളവരെ, ശപിക്കപ്പെട്ട ശൈത്താൻ പൊട്ടിക്കരഞ്ഞു പോയ 4 നിമിഷമേതെന്നറിയുമോ? 4 അവസരമേതെന്നറിയുമോ? ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയാ. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് എല്ലാ അറിവുകളും ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാ അറിവുകളും ആദം നബിക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാ. അറിവുകൾ മുഴുവനും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. മലക്കുകളുടെ മുന്നിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലാഹു പറയുകയാ, ഫസ്ജുദൂ ലി ആദമ. മലക്കുകളോട് മുഴുവനും പറഞ്ഞു, ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. നിങ്ങൾ എല്ലാവരും ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറയുമ്പോ പടച്ചവനെ, അല്ലാഹു പറയുകയാണ്, നിങ്ങളെക്കാളും മഹത്വമുള്ളവൻ അറിവുള്ളവൻ ആദമാണ്. നിങ്ങളെക്കാളും മഹത്വമുള്ളവൻ ആദമാണ്. അതുകൊണ്ട് നിങ്ങൾ മുഴുവനും ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹു പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എല്ലാ മലക്കുകളും അതാ ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. എല്ലാ മലക്കുകളും ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുകയാ. പക്ഷേ ഒരേ ഒരു മലക്കുണ്ടല്ലോ, പടച്ചവനെ, അതാ മലക്കുകളുടെ ഉസ്താദായ ഒരേ ഒരു മലക്ക് മാത്രം അല്ലാഹുവേ ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നില്ല. അല്ലാഹു ചോദിച്ചു, എന്തേ നീ സുജൂദ് ചെയ്യാത്തത്? ആ സമയത്ത് പറയുന്നു, റബ്ബേ, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് പടച്ചവനെ, എന്നെ നീ സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ് പടച്ചവനെ. അതുകൊണ്ട് ആദമിനെക്കാളും മഹത്വമുള്ളവന് ഞാനാണ്. അതുകൊണ്ട് ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല എന്ന് മലക്കുകളുടെ നേതാവായ അസാസീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ആ മലക്കിനെ ശപിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ മലക്കിനെ അല്ലാഹു ശപിക്കുകയാണ്. ശപിക്കപ്പെട്ട ശൈത്താൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ കരഞ്ഞു പോയ 1ാമത്തെ അവസരം അതാ നബിയേ. അല്ലാഹു എന്നെ ശപിച്ചപ്പോ ഞാൻ അവിടെ നിന്നുകൊണ്ട് പേടിച്ച് മൂത്രമൊഴിച്ചു പോയി നബിയേ. എന്റെ ജീവിതത്തിൽ കരഞ്ഞ 1ാമത്തെ അവസരം അതാണ് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ശപിക്കപ്പെട്ട ശൈത്താൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് 2ാമതായി പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ കരഞ്ഞു പോയ 2ാമത്തെ അവസരം ഏതെന്നറിയുമോ? ഞാൻ കരഞ്ഞു പോയ 2ാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗം, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു പുറത്താക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കപ്പെട്ടവനെ പടച്ചവനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോ ശൈത്താൻ വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കരഞ്ഞുപോയ രണ്ടാമത്തെ അവസരം അല്ലാഹു എന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴാ നബിയേ. ശൈത്താൻ കരഞ്ഞുപോയ മൂന്നാമത്തെ അവസരമേതാ? ഇബ്ലീസ് വല്ലാതെ കരഞ്ഞുപോയ മൂന്നാമത്തെ അവസരമേതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുന്നത് ഫാത്തിഹ ഓതിയിട്ടാ. എല്ലാവരും പഠിക്കാൻ തുടങ്ങുന്നത് ഫാത്തിഹ ഓതിയിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ഇന്ന് വരെ നീ ചോദിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ടവന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കരഞ്ഞുപോയ മൂന്നാമത്തെ അവസരം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാ നബിയേ. ഫാത്തിഹ ഇറങ്ങിയ സമയത്ത് ശൈത്താൻ വല്ലാതെ കരഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ അവസരമേതാ? നാലാമത്തെ അവസരമേതാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ഒരുപാട് കരഞ്ഞുപോയാ, ഞാൻ ഒരുപാട് കരഞ്ഞുപോയാ. നാലാമത്തെ അവസരം ഏതെന്നറിയുമോ? അങ്ങ് ജനിച്ചപ്പോഴാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ, ശൈത്താൻ ഒരുപാട് കരഞ്ഞുപോയി. ശൈത്താൻ ഒരുപാട് കരഞ്ഞുപോയി. എങ്ങനെ കരയാതിരിക്കും? ശൈത്താൻ എങ്ങനെ കരയാതിരിക്കും? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോ എല്ലാവരും കരഞ്ഞുകൊണ്ടാ വരുന്നത്. എല്ലാവരും കരഞ്ഞുകൊണ്ടാ വരുന്നത്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്ന കുഞ്ഞിന് ശപിക്കപ്പെട്ട ശൈത്താൻ നുള്ളി നോവിക്കുകയാണ്. ശപിക്കപ്പെട്ട ശൈത്താൻ നുള്ളി നോവിക്കുകയാ. പടച്ചവനെ, ആ പിഞ്ചു കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്നത് കണ്ടിട്ട് റബ്ബേ, ഇബ്ലീസ് മാറി നിന്ന് ചിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ, കരഞ്ഞത് അല്ലാഹുവിന്റെ റസൂലല്ല, കരഞ്ഞത് ശപിക്കപ്പെട്ട ശൈത്താനാ. കരഞ്ഞത് ശപിക്കപ്പെട്ട ശൈത്താനാ. അതിന്റെ കാരണമെന്ത്? എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞു ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അവന്റെ ചെവിയിൽ ആദ്യമായിട്ട് വിളിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് വിളിക്കുന്നത് പാങ്കാട്. ഇടത് ചെവിയിൽ അല്ലാഹുവേ ഇഖാമത്ത് കൊടുക്കുകയാ. അതാ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ വലത് ചെവിയിലെ പാങ്ക് കൊടുക്കും, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കും. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിൽ ആരും പാങ്ക് വിളിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിൽ ആരും ഇഖാമത്ത് കൊടുത്തില്ല. എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ ആവശ്യമില്ലായിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, എന്തേ ശൈത്താൻ കരഞ്ഞു പോയതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സംസാരിച്ചുകൊണ്ടാ കടന്നു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സംസാരിച്ചുകൊണ്ടാ കടന്നു വന്നത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാ കടന്നു വന്നത്. എന്തേ പറഞ്ഞുകൊണ്ട് വന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് വന്നത് അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ.
എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ രണ്ട് പെരുന്നാളിന് പറയുന്ന ഈ ദിക്റുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ ഈ ദിക്റ് പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. ഈ ദിക്റ് പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇത് കേട്ടിട്ട് ശൈത്താൻ വല്ലാതെ കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന സമയത്താണ് ശൈത്താൻ നാലാമത് കരഞ്ഞു പോയതെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുമ്പോ അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടാണ് കടന്നു വന്നത്. ആ സമയത്ത് ഒരു കുഞ്ഞും സംസാരിക്കാറില്ല. സംസാരിക്കാനുള്ള പക്വത എത്താത്ത സമയമാണല്ലോ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിക്ർ പറഞ്ഞു. അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. എന്റെ പ്രിയമുള്ളവരെ, ദിക്ർ പറഞ്ഞപ്പോഴല്ലേ ശൈത്താൻ വല്ലാതെ കരഞ്ഞു പോയത്. ശൈത്താൻ വല്ലാതെ കരഞ്ഞു പോയത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജനനം വല്ലാത്ത ജനനമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ജനനമായിരുന്നല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ ശഅബാനിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റജബുൻ ശഹ്റുല്ലാഹ് വ ശഅബാനു ശഹ്രീ. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകനെ മനസ്സിലാക്കാനുള്ള സമയമാണ്. ആ പ്രവാചകന്റെ മഹത്വം മനസ്സിലാക്കാനുള്ള മാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ശഅബാൻ മാസം എന്റെ മാസമാണ്, ശഅബാൻ മാസം എന്റെ മാസമാണ്. എന്റെ പ്രിയമുള്ളവരെ, ശഅബാൻ മാസത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ബറാഅത്ത് രാവിനെ കാത്തിരിക്കുന്നവരാണല്ലോ. ബറാഅത്ത് രാവിന്റെ പകലിൽ നോമ്പ് പിടിക്കാറ്, ശഅബാൻ 15ന്റെ നോമ്പ് പിടിക്കാൻ കാത്തിരിക്കുന്നവരാണല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മാസത്തെ നീ ബഹുമാനിക്കണേ, ഈ മാസത്തെ നീ സ്നേഹിക്കണേ, ഈ മാസത്തെ നീ ആദരിക്കണേ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് നിനക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ മാസത്തിനെ സ്നേഹിച്ചാൽ, ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന മനുഷ്യർ അല്ലാഹു തരുന്ന പ്രതിഫലമാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് നിനക്ക് കിട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ചില കുഞ്ഞുങ്ങളെ ശൈത്താനെ വല്ലാതെ വേദനിപ്പിച്ചവരാ, ചില കുഞ്ഞുങ്ങൾ ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ചവരാ. ആ കുഞ്ഞുങ്ങൾ ആരെന്നറിയുമോ? ആ കുഞ്ഞുങ്ങൾ ആരെന്നറിയുമോ? ചില അത്ഭുത പാലന്മാരുണ്ടായിരുന്നു. അവര് ശൈത്താനെ വല്ലാതെ പേടിപ്പിച്ചവരാണ്. അവരുടെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ വല്ലാതെ കരഞ്ഞുപോയി. അവരുടെ മുന്നിൽ ശൈത്താൻ തോറ്റുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്നു. രണ്ടാമത്തെ കുഞ്ഞേതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ശൈത്താനെ വല്ലാതെ വേദനിപ്പിച്ച ശൈത്താൻ ആ കുട്ടികളുടെ മുന്നിൽ തോറ്റുപോയി. ആ രണ്ടാമത്തെ കുട്ടി ആരെന്നറിയുമോ? മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ. എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ ആരാ? മറിയമാരാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്നാണ്. ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്നാ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കണേ, രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കണം. രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കണ്ടുപഠിക്കാൻ പറഞ്ഞ രണ്ട് പെണ്ണുങ്ങൾ ആരെന്നറിയുമോ? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ, രണ്ട് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഈ രണ്ട് പെണ്ണുങ്ങളെ വേണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കണ്ടുപഠിക്കേണ്ടത്. അവരുടെ ജീവിതമാണ് പിൻപറ്റേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാൻ പാടില്ല. രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാൻ പാടില്ല. രണ്ടുപേരും പ്രവാചകന്മാരുടെ ഭാര്യമാരാ. രണ്ടുപേരും പ്രവാചകന്മാരുടെ ഭാര്യമാരാ. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാം
1050 വർഷക്കാലം പടച്ചവന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ പോലെ ആകല്ലേ പെങ്ങളേ. രണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം. ആ ലൂത്ത് നബിയുടെ ഭാര്യയെ പോലെയാകല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീബി റളിയല്ലാഹു തആല ആരാ? എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീബിയുടെ പ്രിയപ്പെട്ട ഉമ്മ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല ആരാ? പടച്ചവനെ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലമായി, പടച്ചവനെ അതാ ഹന്നത്ത് ബീബിക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നില്ല. പടച്ചവന്റെ മുന്നിൽ ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല. ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني. ഹന്നത്ത് ബീബി ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്കൊരു കുഞ്ഞിനെ നീ നൽകിയാൽ, എനിക്ക് നൽകിയാൽ പടച്ചവനെ നിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് ഞാൻ നേർച്ച ചെയ്യുന്നു. പടച്ചവര്, എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് കൊടുക്കാമെന്ന് ഹന്നത്ത് ബീബി നേർച്ച ചെയ്യുകയാ. അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാ. ഹന്നത്ത് ബീബിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഹന്നത്ത് ബീബി ഗർഭിണിയാവുകയാണ്. പടച്ചവനെ, വല്ലാത്ത സന്തോഷവാ. തന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് ഹന്നത്ത് ബീബി അതാ തന്റെ കുഞ്ഞിനെ നല്ലതുപോലെ നോക്കുകയാണ്. അല്ലാഹുവേ, പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്തതാണല്ലോ, ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് ഹന്നത്ത് ബീബി പടച്ചവനെ, അല്ലാഹുവേ പടച്ചവനെ, തന്റെ കുഞ്ഞിനെ നല്ലതുപോലെ പരിപാലിക്കുകയാ. അവസാനം ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല ഫലമ്മാ വദഅത് ഖാല റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ. ഹന്നത്ത് ബീബി അവസാനം പ്രസവിക്കുന്നത് ഒരു പെൺകുഞ്ഞിനെയാ. ഹന്നത്ത് ബീബി പ്രസവിച്ചത് പെൺകുഞ്ഞായി പോയി. ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് വളരെ സന്തോഷത്തോടെ നടന്ന ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അവിടുന്ന് ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹ് നിനക്കറിയാമായിരുന്നല്ല പടച്ചവരൂ, ഞാൻ നിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്തത് ഒരു ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ടായിരുന്നല്ലോ റബ്ബേ. വലൈസ ദക്കറു കൽഉൻസാ. ആണും പെണ്ണും സമമല്ലല്ലോ പടച്ചവര്, ആണും പെണ്ണും സമമല്ലല്ലോ പടച്ചവര്. അവസാനം ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല തന്റെ പൊന്നുമോൾക്ക് മറിയമെന്ന് പേരിടുകയാ. അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്തതാണല്ലോ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല. അന്ന് പള്ളിയിലെ ഉസ്താദായിരുന്ന സക്കരിയാ നബി അലൈഹിസ്സലാം, സക്കരിയാ നബിയുടെ കയ്യിലേക്ക് അതാ മറിയമെന്ന് പറയുന്ന ചോരക്കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കുകയാ. പള്ളിയിലേക്ക് കൊണ്ടുവിടുകയാണ് പടച്ചവര്. മറിയം ബീബി റളിയല്ലാഹു തആല പടച്ചവനെ പള്ളിയുടെ മിഹ്റാബിനകത്ത് കിടന്ന് വളരുകയാണ്. എപ്പോഴാണ് മറിയം ബീബി അത്ഭുതം കാണിച്ചതെന്നറിയുമോ? ശൈത്താനെ വല്ലാതെ പേടിപ്പിച്ച് കളഞ്ഞ അവസരമേതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വകഫലഹാ സക്കരിയൽ മിഹ്റാബ്. മറിയം ബീബി എന്ന് പറയുന്ന പൊന്നുമോള് പള്ളിയുടെ മിഹ്റാബിനകത്ത് കടന്ന് കളിച്ചു ചിരിച്ചുകൊണ്ട് നടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സക്കരിയാ നബി പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം ബീബി ഒരുപാട് പഴങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുകയാ. മറിയം ബീബിയുടെ മുന്നിൽ ഒരുപാട് പലവർഗ്ഗങ്ങൾ ഇരിക്കുകയാണ്. ആ കാലത്തെങ്ങും കിട്ടുന്ന പലവർഗ്ഗങ്ങളല്ല, ആ നാട്ടിലെങ്ങും കിട്ടാത്ത പലവർഗ്ഗങ്ങളാണ്. മറിയം ബീബി റളിയല്ലാഹു തആല ആ പൊന്നുമോള് പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ കഴിക്കുന്നത് കണ്ടപ്പോ സക്കരിയാ നബി മറിയം ബീബിയോട് ചോദിക്കുകയാണ്, ഖാലയാ മറിയമു അന്നാ ലകി ഹാദാ ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്.
പടച്ചവനെ ചെറിയ കുഞ്ഞായിരുന്ന മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയോട് സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ എവിടെ നിന്നാ മറിയമേ ഈ പഴങ്ങളൊക്കെ എവിടെ നിന്നാ മറിയമേ? ഇതൊന്നും ഇവിടെ കിട്ടില്ലല്ലോ, ഈ കാലത്ത് കിട്ടുന്ന പഴങ്ങളല്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് ഈ പള്ളിയുടെ മിഹ്റാബിനകത്തേക്ക് ഈ പഴങ്ങൾ കടന്നു വന്നതെന്ന് സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീബി എന്ന് പറയുന്ന പൊന്നുമോളോട് ചോദിക്കുമ്പോ സക്കരിയ നബി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറിയം എന്ന പൊന്നുമോള് പറയുന്നു, ഖാലഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കിതെല്ലാം തന്നതിന്റെ പടച്ചറപ്പോ, എനിക്കിതെല്ലാം തന്നതിന്റെ പടച്ചറപ്പോ, എനിക്ക് ഭക്ഷണം തരുന്നവനല്ലയോ, എനിക്ക് ഭക്ഷണം തരുന്നവനല്ലയോ. എന്റെ പ്രിയമുള്ളവരെ, ശൈത്താന് വല്ലാതെ കരഞ്ഞുപോയ രണ്ടാമത്തെ അവസരമോ, ശൈത്താന് വല്ലാതെ തോൽപ്പിച്ചു കളഞ്ഞ രണ്ടാമത്തെ അവസരമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പള്ളിയുടെ മിഹ്റാബിലിരുന്നിട്ട് സക്കരിയ നബിയോട് പറഞ്ഞു കൊടുക്കുകയാ, എനിക്കെന്റെ റബ്ബാണ് ഭക്ഷണം തരുന്നത്, എനിക്കെന്റെ റബ്ബാണ് ഭക്ഷണം തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? സക്കരിയ നബി അവിടെ നിന്നുകൊണ്ട് പടച്ചവരോട് ദുആ ചെയ്തു, അല്ലാഹ് എനിക്കൊരു സന്തതിയെ തരണേ അല്ലാഹ്. സക്കരിയ നബി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, സക്കരിയ നബിക്ക് 120 വയസ്സുണ്ടായിരുന്നു. ഈ ദുആ ചെയ്യുമ്പോ ചരിത്രം പറയുകയാ, സക്കരിയ നബിക്ക് മക്കളില്ലായിരുന്നു. പടച്ചവനെ മറിയം ബീവിയുടെ മുന്നിൽ നിന്നിട്ട് പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പടച്ചവൻ കൊടുത്ത ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ, അല്ലാഹുവേ ഈ പെണ്ണ് സാധാരണ പെണ്ണല്ലെന്ന്, മറിയം ബീബി സാധാരണ കുഞ്ഞല്ലെന്ന് സക്കരിയ നബിക്ക് മനസ്സിലായി. അല്ലാഹുവിന്റെ മുന്നിലേക്ക് 2 കൈയും ഉയർത്തിയിട്ടു സക്കരിയ നബി ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്കൊരു കുഞ്ഞിനെ തരണേ അല്ലാഹ്. ചരിത്രം പറയുന്നു, സക്കരിയ നബിക്ക് 120 വയസ്സാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് 99 വയസ്സാ. എന്റെ പ്രിയമുള്ളവരെ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരോട് അല്ലാഹുവിന് തരാൻ കഴിവുണ്ട് പെങ്ങള്, അല്ലാഹുവിന് തരാൻ കഴിവുള്ള ചെറുപ്പക്കാരാ. സക്കരിയ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. സക്കരിയ നബിക്ക് യഹ്യ എന്ന് പറയുന്ന ഒരു പൊന്നുമോന് ജനിക്കുകയാണ്. യഹ്യ എന്ന് പറയുന്ന ഒരു പൊന്നുമോന് ശൈത്താനെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ മൂന്നാമത്തെ കുഞ്ഞ് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം. യഹ്യ നബിയുടെ ചരിത്രം വായിച്ചു നോക്കുന്ന ഓരോ മാതാപിതാക്കളും അല്ലാഹുവിനോട് അറിയാതെ ദുആ ചെയ്യും, അല്ലാഹ് എനിക്കും ഇങ്ങനെ ഒരു സന്തതിയെ തരണേ അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തോർത്ത് ഇതുപോലെ കരഞ്ഞവരെ പ്രവാചകനില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സുജൂദിൽ വീണാ പിന്നെ എഴുന്നേക്കാറില്ല, സുജൂദിൽ വീണാ പിന്നെ എഴുന്നേക്കാറില്ല. പടച്ചവനെ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു എഴുന്നേക്കാതെ വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ബാപ്പ സക്കരിയ നബി അലൈഹിസ്സലാം അടുത്ത് ചെന്നിട്ട് തന്റെ പൊന്നുമോന്റെ തലയിൽ പിടിച്ചിട്ട് മുകളിലേക്ക് ഉയർത്തുമ്പോ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുപോലും കിളിച്ചു വരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹുവേ, കരഞ്ഞ് കരഞ്ഞ് മുഖത്തുകൂടെ വലിയ ചാലുകൾ കാണുമായിരുന്നു. അല്ലാഹുവിനെ അത്രയ്ക്ക് പേടിയായിരുന്നു യഹ്യ നബി അലൈഹിസ്സലാം. പടച്ചവനെ 11ാമത്തെ വയസ്സിൽ യഹ്യ നബിയെ കാണുന്നില്ല. 120 കൊല്ലം പടച്ചവനോട് ദുആ ചെയ്തിട്ട് തനിക്ക് കിട്ടിയ പൊന്നുമോനാണല്ലോ, വയസ്സാകാലത്ത് കിട്ടിയ പൊന്നുമോനാണല്ലോ. പടച്ചവനെ സക്കരിയ നബിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, സക്കരിയ നബിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പടച്ചവനെ അതാ മസ്ജിദുൽ അഖ്സയുടെ മുന്നിൽ ചെന്നിട്ട് സക്കരിയ നബി അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എത്ര കരഞ്ഞിട്ട് കിട്ടിയതാ പൊന്നുമോര്, എത്ര കരഞ്ഞിട്ട് കിട്ടിയതാ പടച്ചവര്. എന്റെ പൊന്നുമോന് കാണുന്നില്ല അല്ലാഹ്, എന്റെ പൊന്നുമോന് കാണുന്നില്ല അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, സക്കരിയ നബി ദുആ ചെയ്തിട്ട് ഒരു ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ നടന്നു പോവുകയാ. അല്ലാഹുവേ, ഒരു ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോ പാതിരാത്രിയിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്, പാതിരാത്രിയിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം ആ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഇടിഞ്ഞു
കിടക്കുന്ന ഒരു പഴയ കബറിനകത്തിരുന്നിട്ടാ കരച്ചിൽ കേൾക്കുന്നത്. ആ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നത് ആ പള്ളിക്കാട്ടിലെ ഒരു ഇടിഞ്ഞ കബറിനകത്ത് നിന്നാണ്. സക്കരിയ നബി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആരായിരുന്ന് കരയുന്നത്? 11 വയസ്സുള്ള യഹിയ എന്ന് പറയുന്ന പൊന്നുമോ കബറിനകത്തിരുന്ന് കരയുകയാ. സക്കരിയ നബി ചോദിച്ചു, മോനെ യഹിയ, എന്തിനാ കരയുന്നത്? ഈ കബറിനകത്ത് വന്നിരുന്ന് കരയുന്നത് എന്തിനാണ്? യഹിയ എന്ന 11 വയസ്സുകാരൻ വാപ്പയോട് പറഞ്ഞു കൊടുക്കുന്ന ഉപ്പാ, അള്ളാനെ കുറിച്ച് പേടിച്ചിട്ടാ ഞാൻ ഒറ്റയ്ക്ക് വന്ന് കിടക്കേണ്ടത് ഇതിനകത്താണല്ലോ. 11 വയസ്സുള്ള പൊന്നുമോ പഠിച്ചവനെ കബറിനകത്തിരുന്ന് കരയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള മക്കളെ നമുക്കും വേണ്ടേ? നമ്മളും ആഗ്രഹിക്കുന്നവരാണ്. നല്ല മക്കളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, നിനക്ക് നല്ല മക്കൾ ജനിക്കണോ? ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, നിന്നെ പൊന്നുപോലെ നോക്കുന്ന, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താത്ത, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കാത്ത, നിന്നെ തല്ലാത്ത, നിന്നെ ചീത്ത വിളിക്കാത്ത, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന, ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന സാലിഹായ മക്കളെ വേണോ? എന്റെ പ്രിയമുള്ളവരെ, നല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്ക് നല്ല മക്കൾ ജനിക്കൂ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന വീടിനകത്ത് നല്ല മക്കൾ ജനിക്കൂ. ഇബ്രാഹിം നബിയുടെ വീട്ടിലാണ് ഇസ്മായിൽ നബി ജനിച്ചത്. യാക്കൂബ് നബിയുടെ വീട്ടിലാണ് യൂസുഫ് നബി ജനിച്ചത്. സക്കരിയ നബിയുടെ വീട്ടിലാണ് യഹിയ നബി ജനിച്ചത്. നല്ല കുടുംബത്തിലെ നല്ല മക്കളെ പിറക്കൂ. പഠിച്ചവരെ, നല്ല മക്കളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട്, എന്റെ പ്രിയമുള്ളവരെ, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഭാര്യക്കും ഭർത്താവിനുമേ നല്ല മക്കൾ ജനിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന വീടിനകത്തെ നല്ല മക്കൾ ജനിക്കൂ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ, ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കൂഫ പട്ടണത്തിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പടച്ചവനെ വിശന്നിട്ട് അതാ ഉറക്കം വരുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഉറങ്ങാൻ കഴിയുന്നില്ല. പടച്ചവനെ അതാ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഇറങ്ങി ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോവുകയാ. ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോവുകയാണ്. അവസാനം വിശപ്പിന്റെ കാഠിന്യത്താൽ ആ പുഴയുടെ സൈഡിലേക്ക് ഇരിക്കുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പുഴയുടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വരികയാ. വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വരികയാണ്. വിശന്ന് തളർന്നു കിടക്കുന്ന സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിൾ എടുത്തിട്ട് കഴിക്കുകയാ. അല്ലാഹുവേ, ആപ്പിൾ എടുത്തിട്ട് കഴിക്കുകയാണ്. പകുതി കടിച്ചപ്പോ അവിടുന്ന് ചിന്തിച്ചു, ഇത് ഹറാമാണല്ലോ പടച്ചവര്, ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ മരിച്ചുപോയ നരകത്തിലാണല്ലോ. എന്റെ ശരീരത്തിലെ രക്തത്തിലെ ഹറാമ് അലിഞ്ഞു പോയല്ലോ. പടച്ചവനെ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളിന്റെ പകുതി എടുത്ത് കടിച്ചതിന്റെ പേരിൽ നിന്ന് കരയുകയാ. അല്ലാഹുവേ, ഇറങ്ങി നടക്കുകയാണ്. ആ പുഴയുടെ ചാരത്തുകൂടെ നടക്കുകയാണ്. നടന്ന് അവസാനം എത്രയോ കിലോമീറ്ററുകൾ നടന്നിട്ടു ആ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരം കാണുകയാ. ഒരു ആപ്പിളിന്റെ തോട്ടം കാണുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ആ തോട്ടത്തിനകത്ത് കടന്നു ചെല്ലുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് വീണ ഒരു ആപ്പിൾ ഞാൻ അറിയാതെ കടിച്ചുപോയി. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിവിടത്തെ ജോലിക്കാരനാണ്, ഞാനിവിടത്തെ ജോലിക്കാരനാ. പടച്ചവനെ, യജമാനന്റെ വീട് എവിടെ എന്ന് ചോദിക്കുമ്പോ, ഒരു ദിവസം രാവും പകലും നടന്നാലേ എന്റെ യജമാനന്റെ വീട്ടിലെത്താൻ കഴിയൂ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് പറയുന്നു, എത്ര നടക്കാനും ഞാൻ തയ്യാറാ. കാരണം പടച്ചവന്റെ മുന്നിൽ എനിക്ക് രക്ഷപ്പെടണമല്ലോ. അവസാനം കിലോമീറ്ററുകളോളം വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ തിന്നതിന്റെ പൊരുത്തം തോന്നിക്കാർ കാണാനടവുള്ള ചെറുപ്പക്കാരനായ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടക്കുകയാണ്. അവസാനം നടന്നു എന്റെ പ്രിയമുള്ളവരെ, ആ തോട്ടത്തിന്റെ ഉടമയുടെ വീടിന്റെ മുന്നിൽ
മുന്നിലെത്തുകയാ. സാബിത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പടച്ചവരെ, നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളിന്റെ പകുതി ഞാൻ കടിച്ചുപോയി. എനിക്കൊന്ന് പൊരുത്തം തരുവോ, എനിക്കൊന്ന് പൊരുത്തം തരുവോ. അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ആ പ്രായമുള്ള മനുഷ്യൻ പറയുകയാ, കടിച്ചുപോയ ആ പകുതി ആപ്പിളിന്റെ പൊരുത്തം ഞാൻ തരണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷനും ഞാൻ തയ്യാറാണ്. ആ മനുഷ്യൻ പറയുന്നു, സാബിത്ത്, എനിക്കൊരു മകളുണ്ട് സാബിത്ത്. അവൾക്ക് 2 കണ്ണിന് കാഴ്ചയില്ല. അവൾക്ക് 2 കണ്ണിന് കാഴ്ചയില്ല. അവൾക്ക് ചെവി കേൾക്കൂല. അവൾക്ക് നടക്കാൻ കഴിയില്ല. എന്റെ പൊന്നുമോളെ വിഭാഗം കടിച്ചാല് ഈ കടിച്ച ആപ്പിളിന്റെ പകുതിയുടെ പൊരുത്തം ഞാൻ തരൂ എന്ന് ആ മനുഷ്യൻ പറയുമ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തിരിച്ചുപോയില്ല. പടച്ചവനെ, ഈ ദുനിയാവിന്റെ ജീവിതം പടച്ചവനെ നിസാരമാണല്ലോ. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാത്ത ദുനിയാവാണല്ലോ. പടച്ചവനെ, കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിയില്ല, നടക്കാൻ കാലില്ല. ഈ പാവപ്പെട്ട പെണ്ണിനൊരു ജീവൻ കൊടുത്താൽ, ഇവൾക്കൊരു ജീവിതം കൊടുത്താൽ എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയുമല്ലോ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിഭാഗത്തിന് തയ്യാറാവുകയാ. അവിടെ നിന്ന് വിഭാഗം കഴിഞ്ഞു. അവസാനം മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കാണാൻ അഴകുള്ള ഒരു സുന്ദരിയായ പെണ്ണ് നിൽക്കുകയാ. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ? കണ്ണിന് കാഴ്ചയില്ലാത്ത, നടക്കാൻ കഴിയാത്ത, ചെവി കേൾക്കാൻ കഴിയാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ സുന്ദരിയായ പെണ്ണ് പറയുന്നു, സാബിത്ത്, ഞാനാണ് നിങ്ങളുടെ ഭാര്യ, ഞാനാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ വാപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവേ, മഴ പെയ്തിട്ട് പോലും പാതിരാത്രി വേദ കേൾക്കാൻ കടന്നു വന്ന എന്റെ പ്രിയമുള്ള പെങ്ങള്, നല്ല മക്കള് വേണ്ടേ പൊന്നുമോള്, നല്ല മക്കള് വേണ്ടേ പൊന്നുമോള്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരോട് ആ പെണ്ണ് പറയുകയാ, എന്റെ വാപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ കണ്ണുകൊണ്ട് അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും എന്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ ഞാൻ ഹറാമ കേട്ടിട്ടില്ല. എന്റെ ചെവി കൊണ്ട് കേൾക്കല്ലേ എന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്ന് വരെ എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. അല്ലാഹു പോകരുതേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഇന്ന് വരെ എന്റെ കാലുകൊണ്ട് ഞാൻ പോയിട്ടില്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അള്ളാനെ ഇതുപോലെ ജീവിച്ച് പേടിച്ചിരുന്ന പെണ്ണായിരുന്നു. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളിന്റെ പകുതി കടിച്ചതിന്റെ പേരിൽ ദിവസങ്ങളോളം കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പൊരുത്തം ജോലിക്കാൻ പോയ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഈ മനുഷ്യനൊരു മകൻ ജനിച്ചു. ആ കുടുംബത്തിൽ ഒരു നല്ല മകൻ ജനിച്ചു. അള്ളാനെ പേടിച്ച് ജീവിച്ച ഭാര്യയും ഭർത്താവ്, അവർക്കൊരു പൊന്നുമകൻ ജനിച്ചു. മകന്റെ പേരേതെന്നറിയുമോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ. ഈ മനുഷ്യന്റെ മകനായിരുന്നു. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ എടുത്ത് കടിച്ചിട്ട് അതിന്റെ പൊരുത്തം ചോദിക്കാൻ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു പോയി. പടച്ചവരെ, പൊരുത്തം ചോദിച്ച ആ വാപ്പയുടെ മകനാണ് മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നല്ല കുടുംബത്തിലെ നല്ല മക്കള് പിറക്കൂ. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ അല്ലാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന വീട്ടിലെ നല്ല മക്കൾ ഉണ്ടാകട്ടെ. അള്ളാനെ പേടിയില്ല പടച്ചവനെ. പെണ്ണുങ്ങൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും, പെണ്ണുങ്ങൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും എന്റെ പ്രിയപ്പെട്ട ഗർഭിണിയായ പെണ്ണുങ്ങളോട് പറയാനുള്ളത്, നീ നിന്റെ സ്വഭാവമായിരിക്കും നിന്റെ മക്കളുടെ. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നീ നിസ്കരിച്ചാൽ നിന്റെ മക്കൾ നിസ്കരിക്കും. ആ സമയത്ത് നീ TV കണ്ടാൽ നിന്റെ മക്കളും സീരിയൽ കാണും. പറഞ്ഞിട്ട് കാര്യമില്ല. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ സ്വഭാവത്തിന്റെ 65% ആ കുഞ്ഞിലുണ്ടാകുമെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉമ്മ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മക്കൾ നിസ്കരിക്കും. കാമുകനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ മക്കളും കാമുകന്മാരെ വിളിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രവാചകൻ തന്റെ നാവ് കൊണ്ട് ദുആ ചെയ്തു. അള്ളാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ വാപ്പമാരിൽ പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയെന്ന് ആ വാപ്പയാകണ്ടേ അള്ളാന്റെ റസൂല് നാവ് കൊണ്ട് ബർക്കത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാപ്പയാകണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് വാപ്പയാന്നറിയും? നിങ്ങൾ നേരെ ഇരി, ഞാൻ പറഞ്ഞുതരാം ഏത് വാപ്പയാ. ഒന്ന് നേരെ ഇരുന്ന്, നേരെ ഇരി. എല്ലാവരും കാല് നീട്ടിയിട്ട് ഇപ്പം പ്രസവിക്കുന്ന രീതിയിൽ ഇരിക്കാതെ. ചെറുപ്പക്കാരൊക്കെ നിൽക്കട്ടെ, നല്ല ഇടിയിടിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തന്റെ മക്കളെ തല്ലുന്നതിന് വേണ്ടി വീടിന്റെ മുന്നിൽ ഒരു വടി തൂക്കിയിടുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ മക്കളെ നേരെയാക്കാൻ, മക്കൾക്ക് അടി കൊടുക്കേണ്ട സമയത്ത് അടിക്കണം, മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കാൻ വീടിന്റെ മുന്നിൽ ഒരു വടി വെക്കുന്ന വാപ്പ, ആ വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവർ, നമ്മുടെ വീട്ടിൽ വടിയുണ്ടോ? നിന്റെ വാപ്പ നിനക്ക് തരേണ്ട സമയത്ത് തന്നത് കൊണ്ട് നീ നന്നായി. നിന്റെ മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് നീ കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് കണ്ണുനീര് കുടിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക തന്നെ വേണം. വാപ്പയുടെ വടി എവിടെ ആയിരിക്കണം എന്ന് വെച്ചാൽ മക്കള് കാണിച്ചേരണ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്. ഒരു വടി എപ്പോഴും മക്കളെ നന്നാക്കാൻ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു വടി നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങനെ ഒരു വടി ഈ സദസ്സിരിക്കണ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? മക്കളെ തല്ലുന്നതിന് വേണ്ടി ഒരു വീട്ടിൽ എന്താ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് കൈമുക്കി കാണാനുള്ള കൊതിയുണ്ടോ? ഒരാള് പോലും ഇല്ല. അല്ലാഹു അലം. ഇന്ന് പോയിട്ട് നേരെ ഒരു വടി വെട്ടി വെച്ചു. അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. മക്കളെ നേരെയാക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഈ കാലത്ത് പെൺകുട്ടികളൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഈ വന്ന കാലത്ത് പെൺമക്കളെ വിശ്വസിക്കേണ്ട അധികം. കാരണം ഇവളുമാരൊക്കെ നമ്മുടെ കാലം 101% പഠിച്ചവളാ, ഉരുട്ടുബുദ്ധിയുടെ ആശാത്തിമാരാ. ഞാൻ ഈ അടുത്താണെങ്കിൽ പടച്ചോനെ ഞാൻ സ്ഥലം പറയണില്ല, ഒരാള് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഒരു പെങ്കൊച്ച് ഒളിച്ചോടി പിടിച്ചോണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല, ബാഗും എടുത്തിട്ട് നിൽക്കാം, ഉസ്താദ് നിങ്ങളൊന്ന് ഉപദേശിക്കോ. ഇവള് ബാഗ് എടുത്തുകൊണ്ട് ചാടി. കാരണം മഴ പെയ്തത് കാരണം ആരും കണ്ടില്ല. വണ്ടിക്കകത്ത് ബുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇവള് ഇരിക്കുക. ഞാൻ ചെല്ലുമ്പോ വാപ്പയും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവളിങ്ങനെ റൂമിനകത്ത് 19 വയസ്സുണ്ട്. കാണാൻ എന്ത് നല്ല സുന്ദരിയായ പെണ്ണ്, വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്. ഇരിക്കുക. ഞാൻ ചോദിച്ചു എവിടെ പോ? ഉസ്താദ് ഞാൻ പോവാ. അപ്പൊ ഞാൻ നോക്കുമ്പോ വാപ്പയും ഉമ്മയും പറയാ, ഉസ്താദ് ഇവളിറങ്ങി ഇപ്പം ചാവും, ഇവളിപ്പൊ ഇവിടെ നിന്നിറങ്ങി ഞങ്ങൾ ഇപ്പൊ ആത്മഹത്യ ചെയ്യും, നമുക്കൊരു കുഴപ്പമില്ല. എന്ത് പറഞ്ഞിട്ട് ഈ പെണ്ണ് കേൾക്കണില്ല. അതും അമുസ്ലിമിന്റെ കൂടെ പോണേ. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ. വല്ലാത്ത സങ്കടം തോന്നി. അവസാനം ഇങ്ങനെ എന്തൊക്കെ സംസാരിച്ചിട്ട് മതി വരാതെ വന്നപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ നിനക്ക് വാപ്പയും ഉമ്മയും വേണ്ട, ഇവര് മരിച്ചാലും ഞാൻ കാണാൻ വരത്തില്ല. പെണ്ണ് പറയാ, ഇവര് മരിച്ചാലും ഞാൻ കാണാൻ വരത്തില്ല. അവസാനം ഞാൻ ഈ പെണ്ണിനോട് പറഞ്ഞു, എങ്കിൽ ശരി, ഒരു പേപ്പറിനകത്ത് എന്റെ വാപ്പയും അമ്മയും ഇന്ന് മരിച്ചു എന്ന് എഴുതി വെച്ചിട്ട് നീ പൊക്കോളാൻ പറഞ്ഞപ്പോ ആ പെണ്ണ് പറയുക, ഉസ്താദെ പേപ്പർ എടുക്കാൻ. ഞാൻ അവളോട് പറഞ്ഞു, ഇവള് പോകില്ലെന്നറിയാൻ, നീ ഒരു പേപ്പറിനകത്ത് നിന്റെ വാപ്പയും ഉമ്മയും ഇന്ന് മരിച്ചു എന്ന് എഴുതി വെച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ അവള് പറയാ പേപ്പർ എടുക്കാൻ. ഇതാ ഇന്നത്തെ മക്കളുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകാൻ തയ്യാറായത്. പക്ഷേ എന്റെ മനസ്സിൽ ഏറ്റവും സ്വാധീനിച്ചൊരു കാര്യം, ആ പയ്യന്റെ അച്ഛനും അമ്മയും വിളിച്ചോണ്ട് വന്നു. അതാ മനസ്സിലാക്കാൻ. ഈ പെണ്ണ് ഒളിച്ചോടി പോകാൻ പോകുന്ന ആ ചെറുപ്പക്കാരന്റെ അച്ഛനും അമ്മയും വന്നു. വൈകുന്നേര സമയമായപ്പോ ഞാനും ഉണ്ട്. ആ അച്ഛനും അമ്മയെ പോലെ ആവണം നമ്മളൊക്കെ. അള്ളാഹു ആ അച്ഛനും അമ്മയും വന്നു. ഈ പെണ്ണിനോട് ചോദിക്കാം, മോളെ നീ എന്റെ മോന്റെ കൂടെ ഇറങ്ങിപ്പോയാ നിങ്ങൾ രണ്ടിനെ ഞാൻ വെട്ടിക്കൊന്നിട്ട് ജയിലിൽ കിടക്കും. അപ്പൊ നിങ്ങളെ എന്റെ വീട്ടിന്റെ പടി പോലും ഞാൻ കേട്ടില്ല. ആ അച്ഛൻ ചോദിക്കാൻ, എന്ത് കണ്ടിട്ടാ നീ എന്റെ മകനെ സ്നേഹിച്ചത്? നീ അവന്റെ മുഖം കണ്ടു. അച്ഛൻ ചോദിക്ക, സ്വന്തം മക്കൾ എന്ന് പറഞ്ഞ സ്വന്തം ഉമ്മയും വാപ്പയും മരിച്ചാലും അവൾക്ക് കാമുകനെ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്തേ? ജീവിതം പഠിച്ചത് സീരിയലിൽ നിന്നായിരുന്നു. ഖുർആനും ഹദീസും മദ്രസയൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ജീവിതം പഠിക്കുന്നത് സീരിയലിൽ നിന്നാ. ഉമ്മയും മകളും കൂടെ ഒരുമിച്ചിരുന്നാ പഠിക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. പണ്ട് പെണ്ണുങ്ങൾ വന്നിട്ട് ഉസ്താദന്മാരോട് പറയും, ഉസ്താദേ സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്ക്. നിന്നെ കണ്ടാ നിന്റെ മക്കള് പഠിക്കണേ. നീ എപ്പോഴും ദുആ ചെയ്യുന്നു, റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്തേ പറയണേ? അള്ളാഹുവേ നീ എനിക്കൊരു സാലിഹത്തായ ഭാര്യയെ തരണം. അള്ളാഹുവേ എനിക്കൊരു നല്ല പെണ്ണിനെ എനിക്ക് തരണം.
എൻ്റെ മക്കളെ നീ നന്നാക്കി തരണം. എന്നിട്ട് ദുആ ചെയ്യാ, എൻ്റെ ഭാര്യയും നന്നായി, എൻ്റെ മക്കളും നന്നായി, ഇനി നന്നാകാനുള്ളത് ഞാനാ അല്ലാ, എന്നെ കൂടെ നന്നാക്കണേ എന്ന് നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ സ്ഥാനത്ത് നിന്റെ മക്കൾ നിന്നെ കണ്ടു പഠിച്ചാൽ ഒരിക്കലും തലതിരിയില്ല. മക്കൾക്ക് വാപ്പയാകണം, മാതൃകയാകുന്ന രീതിയിൽ നിൽക്കണം. ഉമ്മ നിൽക്കേണ്ട സ്ഥാനത്ത് ഉമ്മ നിൽക്കണം. ആ ഉമ്മയെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ.